ഏതായാലും മൂന്നാമത്തെ കല്യാണമല്ലേ, 3 കെട്ടാതെ വെച്ച് 3 3 6. അത് മൂന്നാമത്തെ വിവാഹം സ്വീകരിക്കേണ്ട കാര്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അങ്ങനെ തന്നെ ആയിക്കോട്ടെ. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതാണ് എന്റെ ലൈഫ്. ന്യൂസ് എല്ലാവരും ഇപ്പൊ കേട്ട് കാണും. എനിക്കറിയാനുള്ളത്, എനിക്കിപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമാക്കണമെന്ന് എനിക്കില്ല. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് രേണുസുതി തന്നെയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രേണുസുതിയെ കുറിച്ച്. അതിനകത്ത് കുറേ പേര് കമന്റ് അയച്ചിട്ടുണ്ടായിരുന്നു രേണുസുതിയുടെ വിവരക്കേടൊന്നും കാണാൻ വയ്യ, ആ ടോപ്പിക്ക് അങ്ങ് നിർത്താൻ. പക്ഷേ എങ്ങനെ നിർത്താനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതിനേക്കാളും കൂടുതലായിട്ട് രേണുസുതിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ആ ഫീഡ് കയറി വരുന്നത്. അത് കണ്ട് ആ വിവരക്കേട് സഹിക്കാൻ പറ്റാതെ ഞാൻ ഈ റിയാക്ഷൻ ചെയ്യുന്നത്. കാരണം എന്ന് പറയുമ്പം എനിക്ക് വയ്യ അതെല്ലാം കണ്ടിരിക്കാൻ. അത് കണ്ടിട്ട് റിയാക്ഷൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം എനിക്ക് വെള്ളം ഇറങ്ങത്തില്ല. സത്യം പറഞ്ഞാൽ എന്തു ഇവർ കാണിക്കുന്നേ, എന്ത് സത്യം പറഞ്ഞ് ഇവർ ഉദ്ദേശിക്കുന്നേ? ഇപ്പോൾ ഒരു 3-4 ദിവസം മുമ്പ് ആണെങ്കിൽ പുതിയൊരു ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അവരുടെ മന്ദാരച്ചേൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും ആ മന്ദാരച്ചേൽ വ്യൂസ് ക്രോസ് ചെയ്യും തോറും, അതായത് ഇപ്പോൾ ഏകദേശം അതിനകത്ത് 2.9 ലാക്ക് വ്യൂസ് കയറി കഴിഞ്ഞു. ഈ ചേച്ചി ആണെങ്കിൽ അതിൻ്റെ പേര് അങ്ങ് കിടന്നങ്ങ് പൊങ്ങുമോ സോഷ്യൽ മീഡിയ എന്നിട്ട്? ചേച്ചിയും ഗ്യാങ്ങും വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വ്യൂസൊക്കെ കയറുന്നത് രേണുവിൻ്റെ ഒരേ ഒരു കഴിവ് കാരണമോ അല്ലെങ്കിൽ ആ ദാസേട്ടൻ്റെ അഭിനയം കാരണമോ, ഇത് കാരണമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ല ഇവരുടെ ഒന്നും അഭിനയം കണ്ടിട്ടോ അല്ലാതെ ഇവരുടെ ഭംഗി കണ്ടിട്ടോ ഒന്നും അല്ല ആർക്കാരും അത് കയറി കാണുന്നതെന്ന്. ഇവർക്ക് തന്നെ അറിയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം എന്തോന്ന്. കാരണം ഇവരുടെ ഈ മന്ദാരച്ചെൽ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം അല്ലല്ലോ, ആൽബം. ഈ ആൽബം പ്രൊമോഷൻ കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഇതോട്ടുള്ള റിയാക്ഷൻ ചാനൽസ് ഒക്കെ റിയാക്ട് ചെയ്യുമ്പോഴേ ഇത് 3-4 പേര് അറിയുന്നത്. അങ്ങനെ ഇതിനകത്തോട്ട് കയറുന്നത്, ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ കയറി നോക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ ചാനൽസ് തന്നെ ആ മന്ദാരച്ചെല്ലിന് പ്രൊമോഷനായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഒരാളാണെങ്കിലും ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ലാക്ക് കഴിഞ്ഞെന്നും പറഞ്ഞ് സ്റ്റോറി വിട്ടങ്ങ് ആഘോഷ പുളകിതയാകും. കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഈ ആൽബം ഷോർട്ട് ഫിലിം ഒഴികെ ഈ 2 ദിവസം ഒരു അവധിക്ക് രേണു ചേച്ചി ഇപ്പോൾ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക. അതിൻ്റെ പേരിലും ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ട് ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക. 2 ദിവസം ഇതിൻ്റെ അൺലിമിറ്റഡ് റീൽസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എന്തായാലും അത് ഈ തൽക്കാലത്ത് തന്നെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒരേ കൂട്ടി ചേച്ചി ഇട്ടേക്കുന്ന ഒരു റീൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം, നോക്കിക്കോ. എന്തിയേ? നമസ്കാരം, രേണുസുതി വീണ്ടും വന്നു. അല്ലോ അയ്യോ, അത് ഇത് യൂട്യൂബ് ചാനലായിരുന്നു, സോറി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ട്യൂൺ അങ്ങ് മാറി. ചേച്ചി നേരെ കേരളത്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് UK-ലോട്ട് പോയി. ആ സംസാരം അങ്ങ് മാറിയാ. ഗൈസ്, ആ വിളിക്കുന്ന ട്യൂൺ കേട്ടില്ല. ഗൈസ്, ഹായ് ഗൈസ്, ഹലോ ഗൈസ്, ഒരു ഗൈസിനെ കളിയാക്കുന്ന രീതിയിൽ എന്തോ ഇവർ ഉദ്ദേശിക്കുന്നത്? വ്യൂവേഴ്സിനെ, അതായത് ഇവരുടെ കാണികളെ ചേച്ചിക്ക് മനസ്സിലാവും. ഈ ചേച്ചിക്ക് തന്നെ അറിയാം ചേച്ചിയുടെ ഈ വീഡിയോ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും തെറി വിളിച്ച് കമന്റ് അയക്കുന്നു. ആ തെറി വിളിച്ച് കമന്റ് അയക്കുന്നവരെ കളിയാക്കുന്ന രീതിയിലാണ് ഈ ഗൈസ്, ഹായ് ഗൈസ്, ഹലോ ഗൈസ്, വെൽക്കം ഗൈസ് എന്നൊക്കെ പറയുന്നത്. എന്തുവാ ഈ ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? ബാക്കി പറ. അപ്പം കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും സുധി ലൈഫിൽ എത്തിയിരിക്കുകയാണ്. 2 ദിവസം ഫ്രീ ആണ്. നാളെ ബ്ലൂംസ് തൃശ്ശൂരിൽ എനിക്കൊരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു. സോ ഇത് നാളെ ബന്ധു കാരണം അത് മാറ്റിവെച്ച് എന്റെ മാനേജർ കരിഷ്മയും ബ്ലൂംസിലെ ആൾക്കാരും അടുത്തൊരു ഡേറ്റ് ഉടനെ തന്നെ അവർ തീരുമാനിച്ചിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഞാൻ അവിടെ വരുന്നതായിരിക്കും. അപ്പം ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല, എന്റെ നോവോക്കെയറിൽ എന്റെ പല്ലിന്റെ ഇംപ്ലാന്റ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അതിന്റെ മാറ്റം നന്നായിട്ട് അറിയുന്നുണ്ട്. നല്ല ട്രീറ്റ്മെന്റ് ആണ്. അതുപോലെ അലൈനർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഊരിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഊരിയതാണ് അലൈനർ ഇട്ടേക്കുന്നത്. സോ ഗൈസ്, ഒരുപാട് നല്ല അടിപൊളി മാറ്റമുണ്ട്. ലെബനോനിങ്ങി വന്നേ, ലെബനോൻ ഋതു ഇങ്ങി വന്നേ, ഹായ് പറഞ്ഞേ. ലെബനോൻ ഇവിടെ വാ, ഹായ് പറ. ഹായ് കരുതപ്പൻ, ഹായ് പറ. ഇതിനകത്ത് നിങ്ങൾ കൂടുതൽ പേര് ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം ഞാൻ എടുത്തു പറയാം. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ആ സംഭവം എന്തോന്ന് മനസ്സിലാവും. ഈ ചേച്ചിയുടെ കുറേ റീൽസ് ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ കുത്തിയിരുന്ന് കണ്ട്. പക്ഷേ ആ റീൽസിലൊക്കെ എനിക്ക് മനസ്സിലായ, ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുമ്പം ഈ ചേച്ചിയുടെ എല്ലാ റീൽസിലും, അതായത് മിക്ക റീൽസും എടുത്ത് അങ്ങോട്ട് കഴിഞ്ഞ് അതിൻ്റെ ഔട്ട്രോ വരത്തില്ല, അവസാന ഭാഗം അങ്ങോട്ട് വരുമ്പം ഒന്നെങ്കിൽ സുധിച്ചേട്ടൻ്റെ ഫോട്ടോയുടെ ഫ്രണ്ട് ഇരുന്നിട്ടായിരിക്കും ചേച്ചി റീൽസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതോട്ട് പിള്ളേരെ അങ്ങനെ ബഹുമാനിക്കാൻ പറ്റുന്ന ആരെങ്കിലും പിടിച്ച് ആ വീഡിയോക്കകത്ത് കയറ്റും. അതായത് എന്തുവാ ചേച്ചി ഉദ്ദേശിക്കുന്നത്? തെറിവിളി കുറച്ച് കേൾക്കണമെന്നോ? ഇങ്ങനെ വിവരക്കേട് കാണിച്ചാൽ അവർ എങ്ങാണ്, അതായത് സുധിച്ചേട്ടൻ്റെ ഫോട്ടോ ഇപ്പോൾ ബാക്കിലുണ്ടെങ്കിൽ ആ ഒരു ബഹുമാനം കാരണം ആൾക്കാർ തെറി വിളിക്കാൻ മടുക്കും. ആ ഒരു ഇത് ചേച്ചി അങ്ങ് സെന്റിമെന്റ്സ് ആയിട്ട് കുത്തിയിരുത്തേക്കും. കാരണം ചിലതൊക്കെ നിങ്ങളൊന്ന് കാണണം. ചേച്ചി ഇന്ന് തന്നെ ഇതിന്റെ കൂടെ തന്നെ വേറൊരു റീൽസ് ഇട്ടിട്ടുണ്ട്. നിങ്ങളെ ആ റീൽസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. കണ്ടല്ലേ, സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ ചേച്ചി കാണിക്കുന്നത് ഇങ്ങനത്തെയൊക്കെ റീൽസാണ്. ചേച്ചിക്ക് തന്നെ അറിയാം ഇഷ്ടം പോലെ തെറി വരുമെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കോണേ. സൈഡിൽ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്, നോക്കിക്കോ. ആ കമന്റ് ബോക്സ് അതില്ല. ചേച്ചി കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടേക്കുക. കാരണം ചേച്ചിക്ക് അറിയാം കമന്റ് ബോക്സിൽ തെറിവിളിയുടെ ചാകരയായിരിക്കും. അത് നോട്ട് ചെയ്തുകൊണ്ട് തന്നെ ചേച്ചി ഈ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടേക്കുന്നത്. ചേച്ചിക്ക് അറിയാം. എന്നിട്ട് എന്തിനാ ഇങ്ങനെ വിവരക്കിടുമെന്ന് കാണിക്കുന്നത്? ഇങ്ങനെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിടാനാണെങ്കിൽ
ആൾക്കാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, അത് പറയണം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വന്ന് മെസ്സേജ് അയക്കാൻ അവരുടെ ഈ ഫോൺ ഇരിപ്പുണ്ട്. അത് ചേച്ചി അത് മനസ്സിലാക്കണം. ഇങ്ങനെ ഒന്ന് വിവരക്കേട് സോഷ്യൽ മീഡിയയിൽ റീൽസ് ആക്കി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ കമന്റ് അയക്കാൻ വേണ്ടിയുള്ള അധികാരം പോലും അവർക്ക് കൊടുക്കുന്നില്ല. നല്ല കണ്ടന്റ് ചെയ്താൽ ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ ആളില്ലെന്ന് ആര് പറഞ്ഞ്? നല്ല കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അത് ചേച്ചിക്ക് അറിയാൻ ചെയ്യാം. പക്ഷെ നല്ല കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വ്യൂസ് റീച്ച് ചേച്ചിക്ക് കിട്ടത്തില്ല. നെഗറ്റീവ് കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചിക്ക് വ്യൂസ് റീച്ചും കിട്ടും. ആ രണ്ട് ഡിഫറൻസും മനസ്സിലാക്കി ബിസിനസ് മൈൻഡിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക രേണു ചേച്ചി. അതുകൊണ്ട് തന്നെ ആ കുറേ അമ്മച്ചിമാർ പറഞ്ഞ ചേച്ചി ബോൾഡായിട്ട് നിൽക്കുന്നു. എന്തോ ബോൾഡായിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി ഈ കോപ്രായങ്ങൾ ഓരോന്നായിട്ട് ആൾക്കാരെ കാണിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ചേച്ചിയുടെ ബോൾഡായിട്ട് നിൽക്കുന്ന നിപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ ഈ അമ്മച്ചിമാർ പറഞ്ഞു കൂട്ടുന്നത്? ഇങ്ങനെയുള്ള അമ്മച്ചിമാരായി ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ആ ഒരു സപ്പോർട്ടിൻ്റെ ബലത്തിലാണ് ചേച്ചി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഇനിയിപ്പോൾ പുതിയതായിട്ട് ചേച്ചി ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആ സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മടുക്കും. ആ സ്ക്രീൻഷോട്ട് ഞാൻ താഴെ കാണിക്കുന്നുണ്ട്. ഇതുണ്ട് കണ്ടോ? ഈ സ്ക്രീൻഷോട്ട് കൂട്ടി തന്നെ ചേച്ചിയും പ്രതീക്ഷയും അഭിനയിക്കുന്ന പുതിയ ആൽബവും വരാൻ പോവുക. അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയോ? ദാസേട്ടൻ കോഴിക്കോടിന് തെറിവിളി മേടിച്ചു കൊടുത്ത് ചേച്ചി മടുത്ത് ഇനിയിപ്പോൾ പ്രതീക്ഷിന് കുറച്ച് തെറിവിളി മേടിച്ചു കൊടുക്കുക. അതേകൂട്ട് തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വേറൊന്ന് ശ്രദ്ധിച്ച കാര്യം എന്ന് പറയുമ്പോൾ ദാസേട്ടനും പ്രതീക്ഷേട്ടായും കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമതൊരു ക്യാരക്ടറും കൂടെ ചേച്ചിയുടെ കോംബോ അടിക്കാൻ നോക്കുന്നുണ്ട് ഇവിടെ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ റീൽസ് കാണിച്ചാൽ നിങ്ങൾ ആ റീൽസ് ഒന്ന് കണ്ടു നോക്കാം, അന്നേരം നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. എന്താണ് ഉണ്ടായത്? എടാ നോമ്പല്ലേ വരാൻ പോകുന്നേ, എന്റെ ഡയറ്റ് പ്ലാനും എക്സസൈസും ഇനി ഒന്നും നടക്കൂല. എന്തോ ചെയ്യാനാ? കോപ്പേ അതിനല്ലേ ഡീറ്റബാറ്റയുടെ സ്പെഷ്യൽ പ്രോഗ്രാം എടുത്താൽ മാത്രം പോരെ? ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? കമന്റ് അടിച്ച് പൊളിച്ചാൽ മാത്രം മതി. ഇതൊരു പ്രൊമോഷൻ. ഇതേട്ട് 3-4 പ്രൊമോഷൻസ് ചേച്ചി ഓൾറെഡി ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ കൂടെ വന്നേക്കുന്ന പുതിയൊരു കോംബോയെ ശ്രദ്ധിച്ചോ. ഒരു പുതിയ ഒരാളാണ്. ഇങ്ങാർക്കും ഇനി തെരുവിളി മേടിച്ചു കൊടുക്കാതെ ചേച്ചിക്ക് ഇനിയിപ്പോൾ ഇരിക്കപ്പുറത്ത് കാണത്തില്ല. നോക്കിക്കോണം. ഇനിയിപ്പോൾ ഈ പുള്ളിക്കാരനെ കൊണ്ടൊരു കോംബോ സൃഷ്ടിക്കാൻ ചേച്ചി നോക്കും. അങ്ങനെ ആ കോംബോ കുറച്ച് വർക്കൗട്ട് ആയി കഴിയുമ്പോൾ പുള്ളിക്കാരനും ആവശ്യത്തിന് തെരുവിളി കേൾക്കും, ചേച്ചിയുടെ തെരുവിളി കുറച്ച് കുറയും. ആ ഒരു സംഭവത്തിന് വേണ്ടിയായിരിക്കണം ഇനി പുതിയ ആളിനെ കൂടെ കൊണ്ടുവന്നേക്കുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞ് ആ ട്രെൻഡ് കഴിയുമ്പോൾ ചേച്ചി അയാളെ കളഞ്ഞിട്ട് പുതിയ ആളിനെ കോംബോ പിടിക്കും. ഇത് തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ നടന്നു വന്നിട്ടിരിക്കുന്നത്. ആദ്യം ദാസേട്ടൻ്റെ കൂടെ ജേണി തുടങ്ങി. ആ ജേണി കഴിഞ്ഞ് ചേച്ചി ആണെങ്കിൽ പ്രതീക്ഷേട്ടയുടെ കോംബോ പിടിച്ച് ഇഷ്ടംപോലെ അവാർഡുകൾ വാരി കൂട്ടി ബിഗ് ബോസിലോട്ട് കയറിപ്പോയി. ബിഗ് ബോസിന് തിരിച്ചു വന്ന് പ്രതീക്ഷേട്ടായി തള്ളിക്കളഞ്ഞ് ഇപ്പോൾ ദാസേട്ടൻ്റെ കൂടെ ഒരു പുതിയ ആൽബവും കൂടെ ഇറക്കി. ആ ആൽബത്തിൽ നിന്ന് ഇഷ്ടംപോലെ തെരുവിളി കേട്ട് അതും അടുത്ത് ചേച്ചി ഇപ്പോൾ പ്രതീക്ഷൻ്റെ കൂടെ പുതിയ ആൽബം ഇറക്കാൻ പോകുന്നെന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ പുള്ളിക്കാരൻ്റെ കൂടെ ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞു. ഈ മന്ദാരച്ചയിലെ ആൽബത്തിനെ തുടർന്ന് ഈ ചേച്ചിക്ക് മാത്രമല്ല ഇഷ്ടംപോലെ തെരുവിളികൾ ദാസേട്ടന് ഇപ്പോൾ ഡയറക്റ്റായിട്ടും വരുന്നുണ്ട്, കമൻറ്റ് ബോക്സ് വഴിയും വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിലൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ കമൻറ്റ് വരുന്നതിനൊന്നും ദാസേട്ടൻ ഒറ്റ റിപ്ലൈ കൊടുത്തിട്ടില്ല. കുറേ ആൾക്കാർ റിയാക്ഷൻ ചാനൽ ചെയ്യുന്നവരൊക്കെ വീഡിയോ ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആൽബം കാരണം ദാസേട്ടൻ്റെ കുടുംബജീവിതം തകർന്ന് അങ്ങനെ ഇഷ്ടംപോലെ ഇതും തമ്പനെയിൽസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനൊന്നും ദാസേട്ടൻ മറുപടി കൊടുത്തിട്ടില്ല. ഒരു ഇതുപോലും കൊടുത്തിട്ടില്ല. ദാണ്ട് എൻ്റെ ഫാമിലി ദാണ്ട ഇങ്ങനെയൊന്നും പറഞ്ഞ് ഒരു ഇതുപോലും കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിൽ കൂടെ ഈ പുള്ളിക്കാരൻ വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ കമൻറ്റ് ഇങ്ങനെ വന്ന് കുത്തി പറഞ്ഞാൽ മാത്രമേ, അതായത് ഇങ്ങനത്തെ റിയാക്ഷൻ ചാനൽസ് വന്ന് ഇതായിട്ടുള്ള റിയാക്ട് ചെയ്തിട്ടാൽ മാത്രമേ ആ വീഡിയോയ്ക്ക് കുറച്ചൊക്കെ റീച്ച് കയറത്തുള്ളൂ. അതിനുവേണ്ടിയാണ് പുള്ളിക്കാരൻ ഇപ്പോഴും അതിനൊന്ന് റിയാക്ട് ചെയ്യാതിരിക്കുന്നത്. ആണെന്ന് നിങ്ങൾ ഓരോരുത്തരും മണ്ടന്മാരായിക്കൊണ്ടിരിക്കുക. അത് നിങ്ങളത് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കില്ല. ഇപ്പോഴും കുറേ പേര് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഒരിത്. ചേച്ചി ഇങ്ങനെ എന്തെങ്കിലും നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയും. കാരണം ഞാനാണെങ്കിൽ പോലും പുള്ളിക്കാർ നല്ല നല്ല കണ്ടൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും സപ്പോർട്ട് ചെയ്യും, ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ വിവരക്കേട് മാത്രം വന്ന് സോഷ്യൽ മീഡിയ പങ്കുവെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. അതൊന്നും കൂടാതെ രേണുചേച്ചിയുടെ കുറേ റിയാക്ഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. ഏതായാലും 3ാമത്തെ കല്യാണമല്ലേ, 3 കെട്ടാതെ വെച്ച് 3 6 അത് മൂന്നാമത്തെ വിവാഹം സ്വീകരിക്കേണ്ട കാര്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അങ്ങനെ തന്നെ ആയിക്കോട്ടെ. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതാണ് എന്റെ ലൈഫ്, ഞാൻ തന്നെ അറിയുന്ന ലൈഫ്. സോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ശരിക്കും 2ാം വിവാഹമല്ലേ? 2ഓ 3ഓ ആവട്ടെ, എല്ലാം വിവാഹമല്ലേ അല്ലേ? 10 കല്യാണം കഴിച്ചവരാണ് എന്നെ ഈ 2, 3 എന്ന് പറയുന്നത്. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ചേച്ചിയെ തെറി വിളിക്കാൻ വേണ്ടി ആരും സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് കുത്തിയിരിക്കുന്നില്ല. ചേച്ചി കാണിക്കുന്ന കോപ്രായത്തിനെ അവർ കമന്റ് അയക്കുന്നത്. അതേകൊണ്ട് തന്നെ ചേച്ചിയുടെ ഭാഗത്ത് ഇഷ്ടംപോലെ തെറ്റുകളുണ്ട്. അതായത് ഈ ചേച്ചി ആണെങ്കിൽ ഞാനൊരു റീൽസ് ഞാൻ കണ്ടതാ. ആ റീൽസിനകത്ത് വന്നിട്ട് പറയും എനിക്ക് 34 വയസ്സേ ഉള്ളൂ, ശാന്തിവിള ദിനേശാണ്. ഞാൻ ആ റീൽസ് ഒന്ന് പ്ലേ ചെയ്യാൻ, ഇല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ കള്ളം പറയുമോ, ഒന്ന് നോക്കിക്കോ. ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ, കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. തനിക്ക് നാണമില്ലേ? താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ. താൻ എടോ എനിക്ക് 34 വയസ്സേ ഉള്ളൂ, താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ
കേട്ട് 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 സത്യം പറഞ്ഞാൽ ഞാൻ മടുത്തു. സുധിച്ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ പുള്ളിക്കാരി അല്ലെങ്കിൽ സ്റ്റാർ മാജിക്ക് പോവുകയുണ്ടായി. ആ സ്റ്റാർ മാജിക്ക് പോയപ്പോഴും പുള്ളിക്കാരി പറഞ്ഞ ഏജ് 34. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് സുധിച്ചേട്ടൻ മരിച്ചും കഴിഞ്ഞ് പ്രതീക്ഷേട്ടൻ്റെ കൂടെ ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചപ്പോൾ ചേച്ചിയെടുത്ത് ഇന്റർവ്യൂവർ ചോദിച്ചു എത്ര വയസ്സായിരുന്നു. അതിനകത്ത് പറഞ്ഞ് എനിക്ക് 34, ഇവൻ എത്ര വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ 30 അങ്ങനെ എങ്ങാണ്ടായിരുന്നു. എന്തായാലും പുള്ളിക്കാരനായിരുന്നു നമ്മൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പുള്ളിക്കാർ പറയുന്നുണ്ട് എനിക്ക് 34. ഇവൻ 29, എനിക്ക് 34 വയസ്സ്. ബിഗ് ബോസിൽ പോയി ഇറങ്ങി താണ്ട പുതിയ ആൽബം അഭിനയിച്ച് ഇപ്പൊ ശാന്തിവിള ദിനേശനെ കളിയാക്കാൻ വരുമ്പോൾ ചേച്ചി ആ വേറെ ഷോർട്ട് ഫിലിമുകാർ വിളിക്കണം, പ്രായം ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വേണ്ടി ചേച്ചിയെ വിളിക്കണം. അതിനെ എടുത്തെടുത്ത് പറയുന്നത് 34 കൊല്ലം മുമ്പായിരുന്നു ചേച്ചിയുടെ വയസ്സ് 34. അതൊന്ന് മനസ്സിലാക്കി. ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് ഓരോന്ന് പറയുന്നതുകൊണ്ട് ആ ചേച്ചി എങ്ങനെ എല്ലാവരും പിടിച്ച് ഏറി കയറ്റുന്നത്. പ്രായം പറഞ്ഞ് ഞാൻ കളിയാക്കുമല്ലോ, പ്രായം പറഞ്ഞ് ആരും കളിയാക്കുന്നത് ശരിയുമല്ല. പക്ഷേ ഈ ചേച്ചി ഇവിടെ വന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാ, എങ്ങനെ പറയാതിരിക്കും നിങ്ങൾ? ഈ ചേച്ചി സ്വന്തമായിട്ട് സ്വന്തം പ്രായം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആരെങ്കിലും കളിയാക്കും? ആരും കളിയാക്കത്തില്ല. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിവിടെ പറയാനൊരു കാരണം എന്ന് പറയുമ്പോൾ ചേച്ചി 34 വയസ്സിൽ തന്നെ ഉറച്ചിരിക്കും. അതായത് ചേച്ചി തന്നെ ചേച്ചിയെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് പ്രായം കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അമ്മൂമ്മയെന്ന് വിളിക്കത്തില്ല. ഈ കമന്റ് അയക്കുന്നവർ ഇപ്പോൾ പല്ലിന്ന് വിളിച്ചെന്നും പറഞ്ഞ് ചേച്ചി പ്രശ്നത്തിന് നടന്നില്ല. അതേകൂട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ചേച്ചി ഇങ്ങനെ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതായിട്ടുള്ള വിവരക്കേടുകൾ കുറേ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. രേണു ചേച്ചി ഇങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം റീച്ച് വളരണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. അത് ചേച്ചിയുടെ ഒരു ഭാഗമാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എനിക്ക് റിയാക്ട് ചെയ്യാൻ വയ്യ, കാരണം ഇങ്ങനത്തെ കുറേ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും ചെയ്തേക്കാം, സബ്സ്ക്രൈബും ചെയ്തേക്കാം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും ചെയ്തേക്കാം. ബൈ.